ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പ്രഖ്യാപനം. ഈ UDF യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. പ്രഖ്യാപനത്തിന്റെ സമയത്ത് തന്നെ ആദ്യത്തെ പണി തിരിച്ചു കിട്ടി. UDFൽ ചേരണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല, ഞങ്ങൾ NDAയുടെ ഭാഗമാണ്, ആ NDAയുടെ വൈസ് ചെയർമാനാണ് എന്ന് പറഞ്ഞ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. ഇന്നലെ UDF കൂടെ കൂട്ടിയ 3 പ്രസ്ഥാനത്തിൽ 10 ആളെ കൂടെ ചേർക്കാൻ കെൽപ്പുള്ള ഏക പ്രസ്ഥാനം വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തിന്റെ കേരള കാമരാജ് പാർട്ടിക്ക് എന്തെങ്കിലും പിന്തുണയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ VSDP എന്ന സംഘടനയ്ക്ക് തിരുവനന്തപുരം ഭാഗത്ത് ഹിന്ദു നാടാന്മാർക്കിടയിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ 10 വോട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാലുവാരിയിരിക്കുന്നു. UDFൽ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് UDF നേതാക്കളെ നാണം കെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ആൾ CK ജാനുവാണ്. ഒരു കാലത്ത് കേരളത്തിലെ ആദിവാസികളുടെ പ്രതിനിധിയായിരുന്നു. മുത്തങ്ങ സമരം അടക്കമുള്ള സമയത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിത്വമായിരുന്നു. പിന്നീട് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയും BJPയിൽ നിന്ന് പണം കൈപ്പറ്റിയത് വിവാദമാവുകയും കേസാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ജാനുവിനുണ്ടായിരുന്ന പിന്തുണ പതിയെ കുറഞ്ഞുപോയി. എന്നാലും കുഴപ്പമില്ല, ഒരു ആദിവാസി സ്ത്രീയാണ്, അവരെ എടുക്കാനുള്ള തീരുമാനം ഒരു പരിധിവരെ അംഗീകരിക്കാം. പക്ഷെ ചോദ്യം ബാക്കിയാണ്, CK ജാനുവിന് നിങ്ങൾ സീറ്റ് കൊടുക്കുമോ? CK ജാനുവിന് സീറ്റ് കൊടുക്കേണ്ടത് വയനാട്ടിലാണ്. കോൺഗ്രസ് ഉറപ്പായും ജയിക്കുന്ന 3 മണ്ഡലങ്ങളുള്ള വയനാട്ടിൽ നിങ്ങൾ ഒരു സീറ്റ് CK ജാനുവിന് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ CK ജാനുവിന് കോൺഗ്രസ് പാർട്ടിയിലെടുത്ത് ഒരു സീറ്റ് കൊടുത്താൽ പിന്നെയും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു.